നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. കഴിഞ്ഞ ദിവസം മോൺട്രിയലിനെതിരെയുള്ള മത്സരത്തിനിടക്ക് പരിക്ക് പറ്റി ആംബുലൻസിൽ ജർമ്മൻ ബ്രേത്ത്റൈമിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവേണ്ടി വന്നിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട് ഇൻ്റർ മയാമി. അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്, ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. ഇന്നലെ നമുക്കറിയാം വലിയ രൂപത്തിലുള്ള ആശങ്കയായിരുന്നു അത്. കളിക്കിടയിൽ എതിരാളിയുമായിട്ട് കൂട്ടിയിടിച്ച് വീണ് അദ്ദേഹം ഏതാണ്ട് ചലനമില്ലാത്ത രൂപത്തിലാണ് കിടന്നിരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ആംബുലൻസ് വന്ന് താരത്തെ കൊണ്ടുപോയി. ഇപ്പോൾ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ്റർ മയാമി ഇറക്കിയിരിക്കുന്നു. അതിലവർ പറയുന്നത് ഇങ്ങനെയാണ്: ഇൻ്റർ മയാമി CF ഹാസ് പ്രൊവൈഡഡ് ആൻ ഇഞ്ചുറി അപ്ഡേറ്റ് പ്രസൻറ്റഡ് ബൈ ബാപ്റ്റിസ്റ്റ് ഹെൽത്ത് ഫോർ ഫോർവേഡ് ജർമ്മൻ ബെർട്രൈം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പുറത്തുവിടുന്ന കാര്യം, ബെർട്രൈമിന് ഇപ്പോൾ പ്രശ്നങ്ങളില്ല, ഹീസ് ഡൂയിങ് വെൽ. അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഒരു രാത്രി മോൺട്രിയൽ ജനറൽ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ ഒബ്സർവേഷനിൽ വെച്ചതായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് പ്രശ്നങ്ങളില്ല, അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം അവർ പറയുന്നത്, അദ്ദേഹത്തിന് ഇപ്പോൾ ഇഞ്ചുറീസ് ഉണ്ട് ലെഫ്റ്റ് ഷോൾഡറിലും മൂക്കിനും, അതായത് ഇടത് തോളിനും മൂക്കിനും അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഒരു ഹാർഡ് ബ്ലോ ആണ് എതിരാളിയുമായിട്ട് കൂട്ടിമുട്ടിയപ്പോൾ സംഭവിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഏരിയകളിൽ, ബോഡിയുടെ ആ ഭാഗങ്ങളിൽ അദ്ദേഹത്തിന് പരിക്കുണ്ട്. ഇനിയിപ്പോൾ അദ്ദേഹം റിക്കവറി പ്രോസസ്സ് വരും ദിവസങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യും. ക്ലബിൻ്റെ മെഡിക്കൽ സ്റ്റാഫിൻ്റെ സൂപ്പർവിഷനിൽ അദ്ദേഹത്തിൻ്റെ റിക്കവറി പ്രോസസ്സ് നല്ല രൂപത്തിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് ക്ലബ്ബ് പദ്ധതിയിടുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രോഗ്രസ് എങ്ങനെയായിരിക്കും എന്നതനുസരിച്ചാണ് എന്ന് അദ്ദേഹം ഇനി കളിക്കളത്തിലേക്ക് മടങ്ങി വരും എന്നുള്ളത് തീരുമാനിക്കുക എന്നുകൂടി ഒഫീഷ്യലി ഇപ്പോൾ ഇൻ്റർ മയാമി അറിയിക്കുന്നു. ചുരുക്കത്തിൽ വരുന്ന കുറച്ച് ദിവസങ്ങളിൽ അദ്ദേഹം മയാമിക്ക് വേണ്ടി കളിക്കാനുണ്ടാവില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എങ്കിലും ആ സംഭവം കണ്ട സമയത്തുണ്ടായിരുന്ന ഒരു ആദി, അത് വല്ലാത്തൊരു ആശങ്കയായിരുന്നു. അത് നീങ്ങിയിരിക്കുന്നു. ആൾ ഓക്കെയാണ്, വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.